നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനക്കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 6 ശ്രീ ധർമ്മശാസ്ത്ര ഉൽപ്പത്തി എന്ന ഭാഗത്തിൻ്റെ തുടർഭാഗം. മണികണ്ഠൻ തൻ്റെ ജന്മലക്ഷ്യം പരിപൂർണമായി നിർവഹിക്കാനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അതിക്രൂരയും ദുഷ്ടയുമായ മഹർഷിയെ കണ്ടുമുട്ടി. അപ്പോൾ ശാസ്താവിന് അവളെക്കുറിച്ച് തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞത് ശ്രീരാമദേവൻ്റെ അനുഗ്രഹത്തിന് ശേഷം ശബരിക്ക് പല ജന്മങ്ങളിലൂടെയും മോക്ഷപ്രാപ്തിക്കായി വീണ്ടും യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ദ്വാപര യുഗാനന്തരം കലിയുഗത്തിൽ ശബരിയിൽ വളരെ മാറ്റങ്ങൾ പ്രകടമായി. ശബരിയുടെ ആസുരികമായ പ്രവൃത്തികളാൽ അവളുടെ രൂപത്തിന് തന്നെ മാറ്റം സംഭവിച്ചു. അവൾ ക്രൂരയായ മഹർഷിയായി മാറി. അവൾ കാനനത്തിൽ വസിച്ചിരുന്ന ഋഷീശ്വരന്മാരെയും മാനവരെയും സാധു മൃഗങ്ങളെയും എല്ലാം നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഇതേ കാലയളവിലാണ് ശ്രീ ധർമ്മശാസ്താവ് പുൽപ്പാൽ ശേഖരിക്കുന്നതിനായി കാനനത്തിൽ വന്നെത്തിയതും ക്രൂരയായ മഹർഷിയെ ശാസ്താവ് നിഗ്രഹിച്ചതും. മോക്ഷപ്രാപ്തി നേടിയ മഹർഷി ധർമ്മശാസ്താവിൻ്റെ കാൽപാദങ്ങളിൽ തൊട്ടു നമിച്ചുകൊണ്ട് പറഞ്ഞു, യുഗയുഗങ്ങളായി ഞാൻ അവിടത്തെ കാത്തിരിക്കുകയാണ്. അതിനാൽ അവിടുന്ന് തന്നെ എന്നെ പത്നിയായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. അത് സുന്ദരിയായ അവളുടെ വാക്കുകൾ കേട്ട് ധർമ്മശാസ്താവ് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന എനിക്ക് വിവാഹ ജീവിതം സാധ്യമല്ലാത്തതിനാൽ ഞാൻ വസിക്കാൻ പോകുന്ന ശബരിമലയിൽ മാളികപ്പുറത്തമ്മ ലോകമാതാവായി നിനക്ക് വസിക്കാവുന്നതാണ്. അങ്ങനെ ശാസ്താവിനെ നീചന്മാരെ നിശേഷം ഇല്ലാതാക്കി വ്യാപരനുമായി കൂട്ടുകൂടി. ഉച്ചനീചങ്ങൾ അപ്പാടെ തുടച്ചു നീക്കി. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.